കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയെ സംബന്ധിച്ച് ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ചൈനയിൽ നിർമ്മാണം തുടങ്ങിയെന്ന്. $1.7 ബില്യൺ ചൈന ഇതിനുവേണ്ടി മുടക്കുന്നത്. ലോകമെമ്പാടും COVID-19 എന്ന മഹാമാരിയിൽ തകർന്നടിയുമ്പോഴും ചൈന അവരുടെ വികസനത്തിന് വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനയുന്നു. യഥാർത്ഥത്തിൽ ചൈന നിർമ്മിച്ച ബയോവെപ്പൺ ആയിരുന്നോ കൊറോണ വൈറസ്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊറോണ വൈറസിനെ സംബന്ധിച്ച് ഒരുപാട് കോൺസ്പിറസി തിയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈനയിലെ വുഹാൻ എന്ന മാർക്കറ്റിൽ നിന്നാണ് കൊറോണ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായതെന്ന ഒരു നിഗമനമുണ്ടായിരുന്നു. എന്നാൽ ചൈനയിലെ വുഹാൻ മാർക്കറ്റിൽ നിന്നുമല്ല, ചൈനയിലെ വുഹാനിൽ സ്ഥിതി ചെയ്യുന്ന വൈറോളജി ലാബിൽ നിന്നാണ് കൊറോണ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിഗമനം. ഈ ഒരു നിഗമനമാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബയോ വെപ്പൺസ് ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിരുന്നു ഇതിന്റെ കച്ചവടക്കാരെങ്കിലും ക്രമേണ ഇത് മറ്റ് രാജ്യങ്ങളിലേക്കും എത്തുകയുണ്ടായി. ചൈന, ബ്രിട്ടൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ആ സമയത്ത് ബയോ വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടന പിന്നീട് ഇതിന് കർശനമായ വിലക്ക് തന്നെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇത്രയും വിലക്കൊക്കെ നിലനിന്നിട്ട് പോലും ചില രാജ്യങ്ങളെല്ലാം രഹസ്യമായി തന്നെ ബയോ വെപ്പൺസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഏറ്റവും അധികം ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഒരു ആയുധമാണ് ബയോ വെപ്പൺ. ചൈനയിൽ നിന്ന് COVID-19 പൊട്ടിപ്പുറപ്പെട്ട നാൾ മുതൽ ചൈന അവരുടെ എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാനാണ് നോക്കിയത്. അവരുടെ കേസസ് എല്ലാം തന്നെ നോർമലായി, അതുപോലെ തന്നെ വ്യക്തമായ കണക്കുകളും റിപ്പോർട്ടുകളും ഒന്നും തന്നെ അവർ പുറത്തുവിട്ടില്ല. പതിയെ അവരുടെ ഗതികൾ മാറി മറിഞ്ഞെന്നും അവരെല്ലാം ഇപ്പൊ പഴയ പോലെ ജീവിക്കാൻ തുടങ്ങിയെന്നുമാണ് ചൈന പുറത്തുവിടുന്നത്. അവരുടെ റെസ്ട്രിക്ഷൻസും അവിടെ നിലനിന്നിരുന്ന റെസ്ട്രിക്ഷൻസും ബാൻസും എല്ലാം തന്നെ ലിഫ്റ്റ് ചെയ്യുകയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂൾസും എല്ലാം പഴയതുപോലെ തുറന്നു പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ ആളുകൾ പഴയപോലെ ജോലികൾക്ക് പോകാൻ തുടങ്ങി. പതിയെ ചൈന ഇപ്പോൾ അവരുടെ ഇക്കോണമി തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ചൈന ഇപ്പോൾ ചെയ്യുന്നത് കോവിഡ് ബാധിച്ച ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അവശ്യ വസ്തുക്കൾ ഡൊണേറ്റ് ചെയ്യുകയാണ്. 1000-ലേറെ വെന്റിലേറ്റേഴ്സും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം ചൈന US-ലേക്ക് ഡൊണേറ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ലോകരാജ്യങ്ങളിലേക്കും ചൈന ഇത്തരത്തിലുള്ള അവശ്യ വസ്തുക്കളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ അവരൊരു മാക്സിമം ഗെയിൻ ആണ് നേടുന്നത്. അത് മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ ലോകത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനീസും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചൈന ചെയ്യുന്നത് അത്തരത്തിലുള്ള കമ്പനീസിന്റെ എല്ലാം ഷെയർ വാങ്ങുക എന്നാണ്. ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് എല്ലാം തന്നെ കോവിഡ് ബാധിച്ചതിന് ശേഷവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങി. ഇങ്ങനെ നോക്കി കാണുകയാണെങ്കിൽ ചൈന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാക്സിമം ഗെയിൻ ആണ് ഉണ്ടാക്കുന്നത് എന്നും വ്യക്തമാകും. ബയോ വെപ്പൺസിന്റെ നിർമ്മാതാവായ ഡോക്ടർ ഫ്രാൻസിസ് ബോയിലെ വ്യക്തമാക്കുന്നത്, ചൈനയിലെ വുഹാനിൽ സ്ഥിതി ചെയ്യുന്ന വൈറോളജി ലാബിൽ നിന്ന് തന്നെ അവർ ഉണ്ടാക്കിയ ബയോ വെപ്പൺ തന്നെയാണ് കൊറോണ വൈറസ് എന്നാണ്. ഇതിന് അദ്ദേഹം നിരത്തുന്ന ഒരു തെളിവ് ഇതാണ്. ചൈന അവരുടെ ഫെറ്റാലിറ്റി റേറ്റ് ശരിക്കും മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ 15% ഫെറ്റാലിറ്റി റേറ്റ്. അവർ പറഞ്ഞത് വെറും 3% മാത്രമാണ് എന്നാണ്. ബയോ സേഫ്റ്റി ലെവൽ 4 ഒരു ലാബാണ് വുഹാനിൽ സ്ഥിതി ചെയ്യുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ അർത്ഥം ഏറ്റവും അധികം സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ലാബ് തന്നെയാണ് വുഹാനിലെ ഈ വൈറോളജി ലാബ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ലാബിൽ നിന്നാണ് കൊറോണ പോലുള്ള ഒരു മാരകമായ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കുറെ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. 2004 സാർസ് എന്നൊരു മാരകമായ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് നടന്നത് ചൈനയിലെ ഒരു ലാബിൽ നിന്നാണ്. അവിടുത്തെ ഒഫീഷ്യൽസിന് പറ്റിയ പിഴവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് സംഭവിച്ചതെന്നായിരുന്നു പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിലെ പോലെ തന്നെ ഇതും കൊറോണ വൈറസിന്റെ ഈ ഒരു ഔട്ട്ബ്രേക്കും വുഹാനിലെ ഈ ലാബിൽ നിന്നുണ്ടായ ഈ ഒരു ഔട്ട്ബ്രേക്കും അവിടുത്തെ ഒഫീഷ്യൽസിന് പറ്റിയ പിഴവാണോ എന്നുമുള്ള ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. കൊറോണ വൈറസ് ചൈന നിർമ്മിച്ച ബയോവെപ്പൺ തന്നെയാണ് എന്നാണ് അമേരിക്ക അഭിപ്രായപ്പെടുന്നത്. പിന്നീട് ബ്രിട്ടനും ഇതേ അഭിപ്രായവുമായി രംഗത്തെത്തി. ലോകം മുഴുവനുമുള്ള ആയുധങ്ങൾ പിടിച്ചടക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ചൈന ഇത്തരത്തിലുള്ള ബയോ വെപ്പൺസ് സംഭരിച്ചിരുന്നു. ഇതിനുവേണ്ടി കരുതിയ വൈറസ് പുറത്തു പോയതോടെയാണ് കൊറോണ വൈറസ് പടർന്നു പിടിച്ചത് എന്നാണ് ബ്രിട്ടൻ അഭിപ്രായപ്പെടുന്നത്. ബയോ വെപ്പൺസ് ഉപയോഗിക്കുവാനും അത് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുവാനും തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് 2018 ചൈന ലോകമെമ്പാടും ഒരു സൂചന നൽകിയിരുന്നു. എബോള പോലുള്ള മാരകമായ വൈറസിന് പരീക്ഷണം നടത്തുവാനും അത് കൈകാര്യം ചെയ്യുവാനും തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ചൈനീസ് സർക്കാർ നടത്തുന്ന പീപ്പിൾസ് ഡെയിലിയിലൂടെ ചൈന ലോകമെമ്പാടും അറിയിച്ചത് തന്നെയാണ്.
COVID-19 ചൈന നിർമ്മിച്ചതല്ല എന്ന് ചൈന തന്നെ ആവർത്തിച്ചു പറയുമ്പോഴും ബയോളജിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായി വൈറസുകളുടെ മാനേജ്മെന്റിനും അതുപോലെ തന്നെ ഫെസിലിറ്റീസിന്റെ എല്ലാം സംരക്ഷണത്തിനുമായി ചൈന ഈയിടെ പുറത്തിറക്കിയ നയം പോലും ഏറെ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. തെളിവുകളെല്ലാം തന്നെ ചൈനയുടെ വാദങ്ങൾക്ക് എതിരാണ്. തുടക്കത്തിലെ തന്നെ വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാതിരുന്നതും നോർമൽ ലൈഫിലേക്ക് ചൈന എത്തിയതും അതുപോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ചുകൊടുത്ത് ലാഭം കൊയ്യുന്നതും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് കൊറോണ വൈറസ് ചൈന നിർമ്മിച്ച ജനിതക ആയുധം തന്നെയാണ് എന്നാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നതും അതുതന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നന്ദി.